അങ്ങനെ കേരള ജനത ആഗ്രഹിച്ച മുഖ്യമന്ത്രി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ വി സതീശൻ എന്ന ജനനായകനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതു മുതൽ ഇവിടെയുള്ള ചില വിഷജന്തുക്കൾ പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇക്കഴിഞ്ഞ ദിവസം വി സതീശനെ പ്രഖ്യാപിച്ചത് മുതൽ ഉടൻ തന്നെ മാളത്തിൽ നിന്ന് ചില വിഷങ്ങൾ ഇറങ്ങി വന്നു. എന്നിട്ട് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് ഇത് ലീഗിന്റെ വിജയമാണെന്നും ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കീഴ്പ്പെട്ടുവെന്നും ഇനി ഇവിടെ കേരളം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചില സാമുദായിക വിഷങ്ങൾ ചേർത്തുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. ഇവിടെ ലീഗിനോട് ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് പരമസത്യമാണ്. ഒരു തവണയല്ല, 3 തവണയോളം, ഒന്നിലധികം തവണ അഭിപ്രായം ചോദിച്ചുവെന്നും ഇന്നലെ വി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന ദിവസം പോലും ഞങ്ങളെ ഖാർഗെ ബന്ധപ്പെട്ടുവെന്നും സാദിഖ് അലി തങ്ങൾ തന്നെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതിലെന്താണ് തെറ്റ്? കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലക്ക്, UDFിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗിനോട് അഭിപ്രായം ചോദിക്കണമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് ഇവരൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇവരൊക്കെ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പോലെ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നു തന്നെയാണ്. വി സതീശൻ പറയുന്നത് പോലെ ഇത് ടീം UDFിന്റെ വിജയമാണ്, ഇവിടെ UDF ആണ് അടുത്ത കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വിരളി പോണുന്ന ചില വിഷജന്തുക്കളാണ് ഇക്കഴിഞ്ഞ ദിവസം ചില സുകുമാരൻ നായരുമാരാണ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഈ സുകുമാരൻ നായർ പറഞ്ഞത് ഇതായിരുന്നു തീരുമാനമെങ്കിൽ ഇത്ര വൈകിക്കണമായിരുന്നോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് താല്പര്യപ്രകാരം തീരുമാനിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇങ്ങനെ വൈകിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ആരാണ് പറഞ്ഞത്? അദ്ദേഹം UDFിലെ ഒരു ഘടകകക്ഷിയാണോ? അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? പിന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ വിരളി പൂണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പറയുന്നത്? അങ്ങനെ അത്ര അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കൂ, എന്നിട്ട് UDFിന്റെ കൂടെ ചേരൂ. ഇവിടെ മത്സരിക്കാതെ, ഈ UDFിനെ സപ്പോർട്ട് ചെയ്യാതെ, UDFിന് ഒരു ഉപകാരവും കിട്ടാതെ ഈ സുകുമാരൻ നായർ ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് ലീഗിനെതിരെ വിഷം ചീറ്റുന്നു. ഈ വിഷം എവിടേക്കാണ് പോകുന്നതെന്ന്, ആർക്ക് വേണ്ടിയാണ് ഈ തൊഴിലെടുക്കുന്നത് എന്നൊക്കെ കേരള ജനതക്ക് കൃത്യമായി മനസ്സിലാകും. അത് മനസ്സിലാക്കി കൊടുത്ത ദിവസങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു പോയത്. നമുക്കറിയാം, ഈ ഇലക്ഷന് മുമ്പ് പിണറായി വിജയന്റെ കൂടെ ചേർന്നുകൊണ്ട് CPMന്റെ ഒരു നാലാംകിട പ്രവൃത്തിയായിരുന്ന ഈ വിഷം ചീറ്റൽ അവരും ആരംഭിച്ചിരുന്നു വെള്ളാപ്പള്ളിയുടെ കൂടെ ചേർന്നുകൊണ്ട്. ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി കേരളത്തിന്റെ മണ്ണിലേക്ക് ചീറ്റിയ വിഷമെന്ന് പറയുന്നത് അത് ടൺ കണക്കിനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏകദേശ ദിവസവും വെള്ളാപ്പള്ളി പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് മുസ്ലിം ലീഗെന്നും, ഞാൻ മുസ്ലിമിനെയല്ല പറയുന്നത് മുസ്ലിം ലീഗിനെയാണെന്നും മറ്റുമൊക്കെ പറഞ്ഞ് മുസ്ലിമീങ്ങളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇതര മതങ്ങളെയും തമ്മിൽ തെറ്റിക്കുവാനുള്ള പണി അദ്ദേഹം എടുത്തു നോക്കി. പക്ഷെ വി സതീശൻ എന്ന നിലപാടിന്റെ രാജകുമാരൻ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു, പരസ്യമായി തള്ളിപ്പറഞ്ഞു. പലപ്പോഴും ഈ സാമുദായിക നേതാക്കളെ തള്ളിപ്പറയാൻ ഭയപ്പെടുന്ന ആളുകളാണ് രാഷ്ട്രീയക്കാരെങ്കിലും ഇത്തരത്തിൽ വിഷം ചീറ്റുന്നവരെ കേരളത്തിന് ആവശ്യമില്ലെന്നും ഇദ്ദേഹത്തിന്റെ വോട്ട് UDFിന് വേണ്ടെന്നും പരസ്യമായി പറയുന്ന രീതിയിലായിരുന്നു വെള്ളാപ്പള്ളിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ കയറിയതും മറ്റുമൊക്കെയും വി സതീശൻ എടുത്തെടുത്തു പറഞ്ഞു. ഈ ഒരു ആശയം വി സതീശൻ മുന്നോട്ട് വെച്ചപ്പോഴാണ് ഇത്രയും വലിയ ഒരു വിജയത്തിലേക്ക് UDFും വി സതീശനും എത്തിയത്. എന്തിലധികം ആ ആശയം മുന്നോട്ട് വെച്ച വി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് കേരള ജനത വാശി പിടിച്ചതിന്റെ ഉത്തരമാണ് ഇന്നലെ ഹൈക്കമാൻഡിൽ നിന്ന് വന്നത് എന്ന് ഈ വിഷം ചീറ്റുന്ന ആളുകൾ ആഗ്രഹിക്കണം. മുസ്ലിം ലീഗിന് എല്ലാവിധ അവകാശവും, ഈ ഹൈക്കമാൻഡിനോട് സമ്മർദ്ദം ചെലുത്തുവാനും മറ്റുമൊക്കെ എല്ലാവിധ അവകാശവുമുണ്ട്. കോൺഗ്രസ് പോലും ജയിച്ച പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന് അതിയായ ശക്തിയുണ്ട് എന്ന് സുകുമാരൻ നായരും BJP കേരളവും ആലോചിക്കുന്നത് നന്നാവും. ഇനിയങ്ങോട്ട് അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇനി മുസ്ലിം ലീഗും കൂടി ചേർന്നുകൊണ്ടാണ്
കേരളം ഭരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വല്ലാതെ ബേജാറാകുന്നുണ്ടല്ലേ? പക്ഷേ നിങ്ങളുടെ ബേജാറ് 8ആയി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. ഇനി മുസ്ലിം ലീഗിന് ഇവിടെ ഭരണം ലഭിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് കേരളം ഭരിക്കും. മുസ്ലിം ലീഗ് ഇത് ആദ്യമായല്ല UDFും കോൺഗ്രസും മുസ്ലിം ലീഗും കേരളം ഭരിക്കുന്നത്. മുസ്ലിം ലീഗ് പലതവണ കേരളം ഭരിച്ച് ചരിത്രമുള്ള മണ്ണാണ്. നിങ്ങൾ ചീറ്റുന്നത് പോലെ വിഷം ചീറ്റുന്നതും മറുപടി പറയാനോ ഇങ്ങനെ വിഷം ചീറ്റുന്നവരുടെ പിന്നാലെ പോകാനോ മുസ്ലിം ലീഗിനെ കിട്ടുകയില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പറഞ്ഞതുകൊണ്ടുകൂടി മാത്രമല്ല ഇവിടെ VD സതീശനെ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളതോടുകൂടി കേരളത്തിലെ ഒരു സാഹചര്യം കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇത് ജനമനസ്സ് വായിച്ചെടുത്ത ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. പലപ്പോഴും കോൺഗ്രസിന്റെ രീതിക്ക് അപ്പുറത്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. കാരണം കോൺഗ്രസ് പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിൽ തീരുമാനമെടുക്കുമ്പോൾ സീനിയോറിറ്റിയെയും അതുപോലെ MLA-മാരുടെ പിന്തുണയും മറ്റുമൊക്കെ നോക്കിക്കൊണ്ടായിരുന്നു അവർ തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ KC വേണുഗോപാലിനാണ് MLA-മാരുടെ പിന്തുണ ഉള്ളതെങ്കിലും VD സതീശൻ എന്ന തരംഗം ജനമനസ്സുകളിൽ വല്ലാതെ ആഴ്ന്നിറങ്ങിപ്പോയിരുന്നു എന്ന് മനസ്സിലാക്കിയ ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് VD സതീശന് വേണ്ടി ഇനി ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം അത്തരത്തിലായിരുന്നുവെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാവും ഈ VD സതീശൻ മുന്നോട്ട് വെച്ച നയം തന്നെയാണ് അതിന് കാരണം ഇവിടെ KCയും RCയും ഒക്കെയും ഗ്രൂപ്പ് കളിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ എന്നും പച്ചയായി കാണുവാൻ ഈ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം VD സതീശൻ മുന്നോട്ട് വെക്കുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളല്ല. അദ്ദേഹം പറയുന്നത് ടീം UDF എന്നാണ്. അതായത് ഒരിക്കലും കോൺഗ്രസിനെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇവിടെ ഒന്നും കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന് കൃത്യമായി അറിയാം. VD സതീശൻ കുയൽനാടനല്ല എന്നർത്ഥം. കുയൽനാടന്റെ വിവരമല്ല VD സതീശനുള്ളത്. VD സതീശൻ അറിയാം മുസ്ലിം ലീഗ് ഇല്ലാതെ ഇവിടെ പല സീറ്റുകളിലും കോൺഗ്രസിന് ജയിച്ചു കയറാൻ പറ്റില്ലെന്നും ഇവിടെ ഭരണം പിടിക്കാൻ ഒരു രീതിയിലും സാധിക്കുകയില്ലെന്നും അറിയാവുന്ന VD സതീശൻ ടീം UDF ആയി മുന്നോട്ട് പോകും. അപ്പം മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു കോൺഗ്രസിനെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അപ്പുറത്ത് നയിക്കാൻ കഴിയുന്ന നേതാവ് വളർന്നു വരണം. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ടീം UDF ആയി കേരളം ഭരിക്കും. അത് നല്ല ഭരണം കാഴ്ചവെക്കുവാൻ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സാധിക്കും എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയാണ് VD സതീശനെ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കൊടുക്കരുതെന്ന് പറയുന്നവരും ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് പറയുന്നവരും ഒക്കെ നിങ്ങളുടെ വിഷങ്ങൾ ആ പാത്രത്തിൽ നിന്നെടുത്ത് മറിച്ചു കളയുക എന്നല്ലാതെ അത് ഒഴുക്കി കളയുക എന്നല്ലാതെ ആ വിഷം കേരളത്തിൽ വിലപ്പോവുകയില്ല. ഇനിയങ്ങോട്ട് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് തനതായി ലഭിക്കുന്ന മുഴുവൻ വകുപ്പുകളും മുസ്ലിം ലീഗ് തന്നെ കൈകാര്യം ചെയ്യും. അതിനൊന്നും യാതൊരു ബേജാറുമായതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് അവരോട് പറയാനുള്ളത്. ഇനി നിങ്ങൾ വെറുക്കുന്ന, അതായത് വിഷം ചീറ്റുകൾ വെറുക്കുന്ന VD സതീശൻ എന്ന നിലപാടിന്റെ രാജകുമാരൻ കേരളം ഭരിക്കും. നിങ്ങളും ഞാനും അടങ്ങുന്ന നമ്മുടെ കേരളത്തെ VD എന്ന നായകൻ നയിക്കും. മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നുകൊണ്ട് UDF ഘടകകക്ഷികളൊക്കെയും ചേർന്നുകൊണ്ട് കേരളത്തിൽ വരുന്ന 5 വർഷം നല്ല ഭരണം കാഴ്ചവെക്കും. അതിന് സാക്ഷിയാവുകയല്ലാതെ ഈ വിഷം ചീറ്റുകൾക്ക് യാതൊരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.